345 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. കുറച്ചൊരു ലോവർ ലെവലിലാണ്. 325 ആണ് ഈ സ്റ്റോക്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 370 ആൻഡ് 391 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ റിലയൻസ് ക്യാപിറ്റലാണ് 573 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ഇല്ല. 540 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. 540 ലെവൽ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 610 620 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. അടുത്തത് ഇന്ത്യ ബുൾ സെക്യൂരിറ്റീസ് ആണ്. ഇന്ത്യയിലെ ലീഡിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനിയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ബ്രോക്കിംഗ് അഡ്വൈസറി സർവീസിലൊക്കെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 12 രൂപ 60 പൈസയിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ടല്ല, എന്നാലും ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. 11 രൂപ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. റെസിസ്റ്റൻസ് 1355 അതുപോലെ 1415 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല, എന്നിരുന്നാലും ഡൗൺ സൈഡ് റിസ്ക് ഒരു ലോവർ വാല്യൂവിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് അടുത്തൊരു ഡൗൺ സൈഡ് ഒരു 11 രൂപ എന്ന് പറയുന്നത് 12 റുപ്പീസ് അല്ലെങ്കിൽ 11 റുപ്പീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. ദെൻ ടാറ്റ സ്റ്റീലാണ്. തീർച്ചയായിട്ടും കറണ്ട് ലെവൽ പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 563 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 548 ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഈവൻ കറണ്ട് ലെവൽ പോലും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 583 ആൻഡ് 606 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ടാറ്റ സ്റ്റീൽ തീർച്ചയായിട്ടും റീറ്റെയിൽ നിക്ഷേപകർ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാൻ സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ദെൻ ICICI ബാങ്കാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് അനൗൺസ് ചെയ്തു. 30%-അടുത്ത് ICICI ബാങ്കിൻ്റെ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. 1038 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഫ്രൈഡേ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്കിന് ലഭിച്ചു. 1000 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും 1000 ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 1079 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. ദെൻ അത് ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ 1094 ലെവൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുക. 1000 സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ICICI ബാങ്ക് നിക്ഷേപത്തിന് പരിഗണിക്കാം. ദെൻ ഹിൻഡാൽകോ ആണ്. 168.80 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഹിൻഡാൽകോ ഫണ്ടമെൻ്റലി തീർച്ചയായിട്ടും സൗണ്ടായിട്ടുള്ളൊരു ഓഹരി തന്നെയാണ്. 163 ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 163 തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് നിക്ഷേപകർക്ക് പരിഗണിക്കാം. 178 ആൻഡ് 184 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ കാനറ ബാങ്കാണ്. മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കാനറ ബാങ്കിൻ്റെ റിസൾട്ടിന് കഴിഞ്ഞില്ല. അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്കിൽ കണ്ടത്. 460 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 410 ആണ് ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ അത്രത്തോളം പോകണമെങ്കിൽ വളരെയധികം നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൂ. ഈവൻ 440 430 ലെവൽ തീർച്ചയായിട്ടും ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഓഹരി തന്നെയാണ് കാനറ ബാങ്ക്. 480 ആൻഡ് 497 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ഹോൾഡ് ചെയ്യുന്നു. ഇതൊരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിലാണ് ഈ ഒരു റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ലെവൽ പോലും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാനറ ബാങ്കിലുണ്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഓഹരി തന്നെയാണ് കാനറ ബാങ്ക്. ദെൻ ലാൻഡ്കോ ഇൻഫ്രയാണ്. ലാൻഡ്കോ ഇൻഫ്ര റിയാലിറ്റി സെക്ടറിൽ തന്നെ പ്രവർത്തിക്കുന്ന റോഡ് ബ്രിഡ്ജസിലൊക്കെയാണ് പ്രധാനമായിട്ടും ഫോക്കസ്. അതുപോലെ പവർ സെക്ടറിലുമുണ്ട്. 1815 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 16 ലെവൽ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 1970 ആൻഡ് 2180 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ വളരെയധികം കുറവാണ്. അടുത്തത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ്. 1341 സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. കറണ്ട് ലെവൽ ഒരിക്കലും ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 1260 ഫസ്റ്റ് എൻട്രി ലെവലാണ്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും നിക്ഷേപത്തിന് പരിഗണിക്കാം. 1380 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1420 ഈ രണ്ട് ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. 1260 ഒരു ഫസ്റ്റ് എൻട്രി ലെവലായിട്ടും പരിഗണിക്കുക. ദെൻ TV18 ആണ്. TV18 ബ്രോഡ്കാസ്റ്റിങ്ങിലൊക്കെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നു. ഒരു മീഡിയ ബിസിനസ്സിലാണ് കമ്പനിയുടെ പ്രധാനമായിട്ടും ഫോക്കസ്. 70 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 62 ഈവൻ 68 ലെവൽ പോലും ഫസ്റ്റ് ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കാം. 68 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 62 ഈ രണ്ട് ലെവൽ തീർച്ചയായിട്ടും റീറ്റെയിൽ നിക്ഷേപകർക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഓഹരിയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഓഹരിയാണ്. 73 ആൻഡ് 80
73 ഇമ്മീഡിയറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 80 തീർച്ചയായിട്ടും ഒരു റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ഈ 68 മുതൽ 62 വരെ ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് നിക്ഷേപകർക്ക് പരിഗണിക്കാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിലും വളരെയധികം കുറവാണ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. 2350 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 2290 ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. 2470 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2570. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 30 ലെവലിലേക്ക് ഒരു മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിൽ കാണുന്നതുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് പോകുന്നതോറും റീറ്റെയിൽ നിക്ഷേപകർക്ക് നിക്ഷേപത്തിന് പരിഗണിക്കാം. ദെൻ ട്യൂബ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 159.75 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 155 തീർച്ചയായിട്ടും റീറ്റെയിൽ നിക്ഷേപകർക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ് ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് 155 ലെവൽ തീർച്ചയായിട്ടും ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. 170 ആൻഡ് 180 ഇമ്മീഡിയറ്റ് രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 200 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത സ്ട്രെങ്ത് ഈ സ്റ്റോക്കിനുള്ളത് കൊണ്ട് റീറ്റെയിൽ നിക്ഷേപകർ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് 155 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ആയിട്ട് പരിഗണിക്കുക. ദെൻ LNT ആണ്. LNT തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. 1725 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. റീസെൻ്റായിട്ട് കുറച്ചൊരു ഹയർ ലെവൽ പോയതിന് ശേഷം ഒരു കറക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. LNT ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നിക്ഷേപത്തിന് പരിഗണിക്കാം. 1680 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ. മാർക്കറ്റ് കുറച്ച് ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 1680 എന്നൊരു സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. 1800 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1890. ഈ രണ്ട് ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുക. 1680 എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ടും ഹോൾഡ് ചെയ്യുന്നു. ആ ഒരു ലെവൽ ഫസ്റ്റ് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ്. അടുത്തത് JP അസോസിയേറ്റ്സ് ആണ്. ഇതുപോലെ തന്നെ ഡൗൺ സൈഡ് റിസ്ക് കുറഞ്ഞൊരു ഓഹരിയാണ്. 6660 സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 61 തീർച്ചയായിട്ടും ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. 61 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിക്ഷേപത്തിന് പരിഗണിക്കാം. 73 ആൻഡ് 77 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ സെസഗോവയാണ്. സെസഗോവ ഒറീസയിലെ ഇവരുടെ ലൈസൻസ് ക്യാൻസലായി. അതുപോലെ തന്നെ കർണാടക കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും നടക്കുന്നു. കർണാടകയിൽ നിന്നുള്ള എക്സ്പോർട്ടിംഗ് നിരോധിച്ചതൊക്കെ ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചു. ഇതൊക്കെ സ്റ്റോക്ക് കുറച്ചൊരു ലോവർ ലെവലിലേക്ക് ഇപ്പോൾ ഫ്രൈഡേ തന്നെ നല്ലൊരു കറക്ഷൻ നേരിട്ടു. കാരണം കർണാടകയിൽ ഇപ്പോഴും കുറച്ച് ഇഷ്യൂസ് നടക്കുന്നതുകൊണ്ട് സ്റ്റോക്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. ഈ സ്റ്റോക്ക് 257 ലെവൽ വരികയാണെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാം. ഷോർട്ട് ടൈം കുറച്ച് ന്യൂസ് ഡ്രിവൺ ആയിരിക്കും. അതുകൊണ്ട് നെഗറ്റീവ് ന്യൂസ് കുറച്ച് ഈ ഒരു സെക്ടറിൽ നിന്ന് വരുന്നതുകൊണ്ട് തൽക്കാലം സെസഗോവയിൽ നിന്ന് മാറി നിൽക്കുക. 257 ലെവൽ വരികയാണെങ്കിൽ ഫസ്റ്റ് ഒരു എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. 293 ആൻഡ് 310 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ TCS ആണ്. ഇപ്പോൾ IT സെക്ടറൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോയിട്ടും വലിയൊരു കറക്ഷൻ നേരിടാത്ത സ്റ്റോക്ക് സെക്ടറാണ് IT. അതിൽ TCS ഇപ്പോഴും പോസിറ്റീവ് സോണിൽ തന്നെയാണ്. ക്ലോസിംഗ് 1137 ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1097 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് 1177, 1205 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. 1586 ആണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 1535 ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ദെൻ റെസിസ്റ്റൻസ് 1620, 1660. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡോക്ടർ റെഡ്ഡീസ് തീർച്ചയായിട്ടും ഒരു സേഫായിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ദെൻ മാരുതിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. സ്റ്റോക്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. 1206 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അടുത്തൊരു എൻട്രി ലെവൽ 1160 തീർച്ചയായിട്ടും ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കുക. 1250, 1290 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു. മാരുതി തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപത്തിന് പരിഗണിക്കുക. കാരണം ഈ സ്റ്റോക്കുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. തിരഞ്ഞെടുത്ത വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. കാരണം ഓരോ കറക്ഷൻ വരുമ്പോൾ മാത്രം നിക്ഷേപിക്കുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. മാർക്കറ്റ് ഹയർ ലെവൽ പോകുന്തോറും മീഡിയ കൂടുതലായി ഈ പബ്ലിസിറ്റി വരുമ്പോൾ റീറ്റെയിൽ നിക്ഷേപകർ ആ ഒരു സമയത്തായിരിക്കും മാർക്കറ്റിലേക്ക് വരുന്നത്. അത് പലപ്പോഴും ഒരു കറക്ഷൻ പോയിൻ്റ് ആയിരിക്കും. നമ്മൾക്കറിയാം ഇപ്പോൾ 5700 ലെവൽ വന്നപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നിരുന്നു. ആ സമയത്താണ് മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ നേരിട്ടത്. അപ്പം ഈ സമയത്ത് കൂടുതൽ റീറ്റെയിൽ നിക്ഷേപകർ മാർക്കറ്റിലേക്ക് വരുന്നു. വളരെയധികം ഡൗൺ സൈഡിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്
അഡ്വൈസബിൾ ആയിട്ടുള്ള സമയം വരുമ്പോൾ പലപ്പോഴും റീറ്റെയിൽ നിക്ഷേപകർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നല്ലൊരു കറക്ഷൻ വരുമ്പോൾ ഇപ്പോഴൊരു അവസരം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അടുത്തൊരു കറക്ഷൻ. കാരണം ഒട്ടനവധി ഘടകങ്ങൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ US-ൽ നിന്നുള്ള ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ 5390 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ക്രൂഷ്യൽ ലെവലും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.